കൂട്ടുകാരെ, എല്ലാവർക്കും മിനിസിലേക്ക് സ്വാഗതം. ഈ അടുത്ത് നടന്ന പല പഠനങ്ങളിലും തെളിഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ കൂടുതൽ ഫോറിൻ ട്രാവലേഴ്സ് ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ടല്ലേ. വർക്കലയും കോവളവും വിഴിഞ്ഞം പോർട്ടും ലുലു മോളും പത്മനാഭസ്വാമി ക്ഷേത്രവും അങ്ങനെ കുറെ. പിന്നെ പണ്ട് മുതലേ ട്രിവാൻഡ്രം സൂപ്പർ അല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ അവര് വരുമ്പോ അവര് കാണുന്നത് എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ഒരു ബീച്ചാണ് ശംഖുപുരം ബീച്ച്. അവിടെ നമ്മൾ മണലിൽ കൂടെ നടക്കുമ്പോൾ കാലിൽ കുത്തുന്നത് എന്താണ്? പ്ലാസ്റ്റിക്. ഈ കാഴ്ചയെ കാണാനാണോ ഇവർ ഇത്രയും പൈസ മുടക്കി ഇങ്ങ് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് വരുന്നത്? അല്ലല്ലേ. പക്ഷേ ഇതിനൊക്കെ ഉത്തരവാദി ആരാ? നമ്മൾ തന്നെ. കുറച്ച് നാൾ മുന്നേ ഒരു ഫോറിൻ ട്രാവലർ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയ്ക്ക് ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ഫോറിൻ ട്രാവലർ നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. ചെങ്ങന്നൂരിൽ നിന്ന് അദ്ദേഹം മൂന്നാറിലേക്ക് പോകാനായി ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ബസ് സ്റ്റാൻഡ് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. ആരുമില്ല, ബസ്സുമില്ല, ഒന്നുമില്ല. അവസാനം എങ്ങനെയൊക്കെയോ നമ്മുടെ മലയാളികൾ കുറെ പേർ സഹായിച്ച് അദ്ദേഹത്തിന് ബസ്സിൽ കയറാനായി. അദ്ദേഹം മൂന്നാറിൽ എത്തുകയും ചെയ്തു. മൂന്നാർ നല്ല അടിപൊളിയാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഈ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് അസ്വസ്ഥനാക്കിയിരുന്നു. കാരണമാരാ? നമ്മൾ തന്നെ. ഇങ്ങനെ കുറെ പേർ കുറെ പൈസ ചെലവാക്കിയല്ലേ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി കാണാനായി എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണോ നമ്മൾ നമ്മുടെ നാട് സൂക്ഷിക്കേണ്ടത്, കാക്കേണ്ടത്? ഒരിക്കലുമല്ല. ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇനിയും വരുന്നുണ്ടല്ലേ നമ്മുടെ നാട് കാണാൻ. അപ്പോൾ നമ്മൾ മാറണ്ടേ? നമ്മൾ നമ്മുടെ നാട് സംരക്ഷിക്കേണ്ടേ? അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പൊതുവഴി ഇതുപോലുള്ള പ്ലാസ്റ്റിക്കും മറ്റു ചവറുകളും വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങളും നിങ്ങളുടെ കുടുംബവും അല്ലെങ്കിൽ ഫ്രണ്ട്സും ചേർന്ന് ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കവറ് വലിച്ചെറിയുമോ? ഇല്ലല്ലേ. നമ്മൾ ഒന്നുകിൽ അതൊരു വേസ്റ്റ് ബിന്നിൽ ഇടുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുചെന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി ഹരിതകർമ്മസേനയോ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നമ്മളെ കാണാനും നമ്മുടെ നാട് കാണാനും എത്തുന്നവരെ നമ്മൾ കൈനീട്ടി സ്വീകരിക്കുകയും നമ്മുടെ നാട് നല്ല വൃത്തിയായി അവർക്ക് സമ്മാനിക്കുകയുമാണ് വേണ്ടത്. ബീച്ചിലോ പാർക്കിലോ പോകുമ്പോൾ ഐസ്ക്രീമിന്റെ കപ്പോ ലേസിന്റെ കവറോ അല്ലെങ്കിൽ വെള്ളക്കുപ്പിയോ വലിച്ചെറിയില്ലെന്ന് ഗോഡ്സ് ഓൺ കൺട്രി പ്രോമിസ് തരൂ. ഇത് നിങ്ങളൊരു ചെറിയ കാര്യമായി കരുതരുത്. എവറി സ്മോൾ സ്റ്റെപ്പ് മേക്സ് എ ബിഗ് ഡിഫറൻസ്.